ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാടാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാടൻ പാടങ്ങളിലുള്ളൊരു യാത്ര. നെല്ലിനെ കുറിച്ച് അറിയാനും അതിൻ്റെ വിവരങ്ങൾ പറയാനും ഉള്ളൊരു ചെറിയൊരു വീഡിയോ. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന പുതച്ച വയലോരം. ഇത് കാണാൻ തന്നെ കണ്ണിനും മനസ്സിനും ഒരു കുളിർമയാണ്. എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ. ഞാറ് നടലും പാടം ഒഴുക്കലും അത് കിളക്കലും അതിൻ്റെ ഓരോ സെക്ഷനായിട്ട് എടുത്ത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമ്മുടെ നാട്ടിലൊക്കെ ആദ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോയി. പാലക്കാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരു പാടങ്ങളിലും വീതി കൂടിയ വരമ്പുകളാണ്. അതിൽ നമുക്ക് യഥേഷ്ടം നടക്കാനും കാറ്റ് കൊണ്ടാനും സൈഡിലേക്ക് ഇരിക്കാനും പറ്റിയ നല്ല ഭംഗിയുള്ള വരമ്പുകളാണ്. പൊതുവെ നമ്മളെ പാടത്തൊക്കെ വരമ്പുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുന്ന വരമ്പുകൾ മാത്രമാണുള്ളത്. അതിന് നേരെ വിപരീതമാണ് പാലക്കാടൻ പാടങ്ങളിലെ വരമ്പുകൾ. നമുക്ക് 2-3 ആൾക്കൊക്കെ ഒരുമിച്ച് നടക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കാറ്റ് കൊണ്ടിരിക്കാനൊക്കെ പറ്റിയ ഒട്ടനവധി വരമ്പുകൾ അവിടെ ഉണ്ട്. ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇവിടെ ഇപ്പോൾ പ്രധാനമായും കൃഷി ചെയ്യുന്ന ഇനം ഉമ എന്ന നെൽവിത്താണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കൂടുതൽ വിളവ് കിട്ടുന്നതിനും കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും നല്ലതുപോലെ പ്രതിരോധ ശക്തിയുള്ള ഒരു ഇനം വിത്ത് കൂടെയാണ് ഉമ. പൊതുവെ ജൂൺ മാസത്തിൽ ഞാറ് നട്ട് ഓഗസ്റ്റ് മാസം ലാസ്റ്റോട് കൂടി കൊയ്തെടുക്കുന്ന രീതിയാണ് പാലക്കാടൻ പാടങ്ങൾ പൊതുവെ കണ്ടുവരുന്നത്. ഈ നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ കൃഷിക്കായി എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പൊതുവെ കൃഷി നമ്മൾ സംസാരിച്ചപ്പോൾ ലാഭകരമായ കൃഷിയാണ് നെൽകൃഷി എന്നാണ് ഇവർ പറഞ്ഞത്. 1 ഏക്കർ കൃഷി ചെയ്താൽ 2000-2500 കിലോ വരെ ഇവർക്ക് അതിൻ്റെ വിളവ് കിട്ടുന്നതാണ്. ഇപ്പൊ സർക്കാർ നേരിട്ട് സപ്ലൈകോ വഴിയാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഫുള്ള് നെൽവിത്ത് ശേഖരിക്കുന്നത്. അതുകൊണ്ട് കർഷകർക്ക് വിപണനം എന്നുള്ള ഒരു കാര്യം ഈസിയാണ്. പൊതുവെ KGക്ക് ഒരു 28 മുതൽ 29 രൂപ വരെയാണ് ഇപ്പോൾ ഇവിടെ സർക്കാർ സപ്ലൈകോ വഴി നെല്ല് ശേഖരിക്കുന്നത്. അതുകൊണ്ട് കർഷകർക്ക് വിപണനം അതൊരു പ്രശ്നമായി ഇപ്പോൾ ഇവർക്ക് തോന്നുന്നില്ല. എല്ലാവരും നല്ല ഹാപ്പിയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് സപ്ലൈകോ ഉണ്ടായതുകൊണ്ട് ആ ഒരു ഏരിയ അത് അവർക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് ഇപ്പോൾ പൊതുവെ എല്ലാം യന്ത്രവൽക്കരണം വന്നതോടുകൂടി ഞാറ് നടാനും പറിക്കാനും കൊയ്യാനും എല്ലാം മെഷീനാണ്. ഇത് കെട്ടി കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഞാറ് പറിച്ച് ഒരു കെട്ടാക്കി കെട്ടിയിട്ട് അതിന് മേലേറ്റം ഒന്ന് കട്ട് ചെയ്യും. എന്നിട്ടാണ് അത് നാറ് നടാനായിട്ട് പാടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. നിലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നീട് നാറ് നടലാണ്. നാറ് നടൽ കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ട്. നമ്മളൊക്കെ ഇത് ആദ്യം കുറേ കണ്ടതാണ്, പക്ഷെ ഇപ്പോൾ ഒന്നും കാണാൻ തന്നെ കിട്ടുന്നില്ല. പാടം നിറയെ അങ്ങിങ്ങായിട്ട് ഞാറുകൾ വലിച്ചെറിയും. എന്നിട്ട് അതിൽ നിന്ന് ഓരോ കെട്ടെടുത്ത് ഓരോ ദിശയിൽ നിന്നും ഇങ്ങനെ ഒന്ന് ചെരിച്ച് നാറ് നടുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഞാറിൻ്റെ കെട്ടെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളെ ചളിയിലേക്ക് മെല്ലെ ഒന്ന് താത്തി കൊടുത്തിട്ട് അതൊന്ന് ചെരിച്ച് വെക്കുകയാണ്. അത് നോക്കിയാൽ അത് ഒക്കെ ചെയ്ത് സിസ്റ്റമാറ്റിക്കായി ചെയ്യാൻ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ലൈനായിട്ടാണ് അതിൻ്റെ ഓരോന്നും പോകുന്നത്. അവർ വർത്താനം പറഞ്ഞ് അവർ നമ്മളോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാട്ടിയിട്ടാണ് എല്ലാ കാര്യം നമുക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ വിളവ് എത്ര ദിവസം കൊണ്ട് കിട്ടും, അങ്ങനത്തെ ഓരോ ഡീറ്റെയിൽസ് അവർ നമുക്ക് പറഞ്ഞു തന്നു. അവർക്ക് നമ്മളോട് സംസാരിക്കും. അവരവരെ പണിയൊക്കെ നടന്നുകൊണ്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ പൊതുവായിട്ട് പാടശേഖരം കാണുന്നത് സോളാറിൽ പ്രവർത്തിക്കുന്ന മോട്ടോറുകളാണ്. അപ്പോൾ അതിൻ്റെ ഗുണം പറയുന്നത് അവർക്ക് ഏത് ടൈമിൽ വന്നാലും അവർക്ക് മോട്ടർ ഇട്ട് നനക്കാനും സുഖമാണ്. ചില ടൈമിൽ രാവിലെയൊക്കെ ആകുമ്പോൾ പണിക്കാരെല്ലാവരും വരും, കറണ്ട് ഉണ്ടാവില്ല, അന്നത്തെ ദിവസം പണി മുടങ്ങി പോകും. ഇപ്പോൾ ആ ഒരു പ്രശ്നം തന്നെ വരുന്നില്ല. സോളാറിൽ പ്രവർത്തിക്കുന്ന മോട്ടോറുകളായതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. പിന്നെ പാടശേഖരങ്ങളിൽ കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ചയാണ് അവിടുത്തെ കൊക്കുകൾ. നോർമൽ സാധാ കൊക്കുകളുണ്ട്, അവിടുന്ന് ഈ ദേശാടനത്തിനായിട്ട് ഇറങ്ങുന്ന കൊക്കുകൾ, ഓരോ സീസണിലും മാത്രം പറന്നെത്തുന്ന വലിയ കൊക്കുകളും കാണാൻ നല്ല ഭംഗിയായിട്ട. പക്ഷെ അവരിടത്തേക്ക് എത്തുമ്പോൾ തന്നെ അവര് പെട്ടെന്ന് പറന്നകലെയാണ്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. അത് ഈ ട്രാക്ടർ കൊണ്ട് കിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പുഴുക്കളും പ്രാണികളും തിന്നാനായിട്ട് ഈ ടൈമിൽ മാത്രം ദേശാടനം നടത്തി വരുന്ന കൊക്കുകളാണ് ഇവിടെ കൂടുതലും കാണാൻ കഴിയുന്നത്. ഈ കാഴ്ചകൾ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല കേട്ടോ. ഈ ചെറിയ കാറ്റും കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഭയങ്കര ഒരു സുഖമുള്ള ഒരു പരിപാടിയാണ്.
എന്നാലും പാലക്കാടിൻ്റെ വിശേഷങ്ങൾ ഇനിയുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.